ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി വെബ്സൈറ്റ് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷമൊക്കെ ആയിരിക്കുന്നു. അപ്പം ഞങ്ങളിവിടെ സുഖവും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്ന് ഒരു മോർണിംഗിലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സാണ് കാണിക്കുന്നത്. നമ്മുടെ ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഞാൻ ഇന്ന് വരെ ഇട്ടേക്കണതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാക്കാണ്. നല്ല അടിപൊളി റിസൾട്ടാണ്. ഒറ്റ തവണ നമ്മൾ ഇട്ടാൽ മതി, അപ്പം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റ പാക്ക് ഇട്ടിട്ടും എനിക്കങ്ങനെ മനസ്സിലായിട്ടില്ല, അങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് അങ്ങനെ അത്ര വേഗം അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിട്ടിട്ട് അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ പതിവ് പോലെ എണീറ്റു. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പം മണി ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ച് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങറി ഉണ്ടാക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ നമുക്ക് അടിക്കുക, തുടക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കുളിച്ച് വിളക്ക് കത്തിക്കണം. അപ്പോൾ നമുക്ക് വെളുപ്പിന് 5 മണിക്ക് എണീറ്റാലേ ഉള്ളൂ നമ്മുടെ ജോലികളൊക്കെ കറക്റ്റ് സമയത്ത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചപ്പാത്തി ഞാൻ കുഴക്കുമ്പോൾ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് പിന്നെ കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒന്ന് ഒഴിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുടണ നേരത്ത് പിന്നെ നമുക്ക് ഓയിൽ ഇട്ട് ചുടേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് എന്ന് വെച്ചാൽ കണ്ടമാനം ചേർക്കത്തില്ല, കുറച്ചേ ചേർക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചപ്പാത്തി മതി. അപ്പം 3 ചപ്പാത്തി വെച്ച് ഞങ്ങൾ കഴിക്കുള്ളൂ. അപ്പോൾ കൂടി വന്നാൽ ഒരു 10, പിന്നെ പട്ടിക്കുട്ടി കഴിക്കും. അപ്പോൾ ഒരു 10-15 ചപ്പാത്തി ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ പഴയ പോലെ വീണ്ടും മഴ തുടങ്ങിയേക്കണേണ് നമുക്ക്. അപ്പോൾ മഴ ഇപ്പോൾ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുറ്റടിക്കാൻ പോകാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇനി ഇത് കുഴച്ച് വെച്ചിട്ട് വേണം അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡെയിലി രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞ് നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി ലേറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരിതായിരിക്കും. അപ്പോൾ എനിക്ക് കഴിയുന്നത് ഇഷ്ടം രാവിലെ തന്നെ എണീറ്റ് ജോലി ചെയ്യുന്നതാണ്. പിന്നെ ഫ്രീ ആയിട്ടിരുന്നാലും നമുക്ക് ആ വെളുപ്പിനെ തന്നെ എണീറ്റ് ചെയ്യണ ഒരു ഇത് തന്നെ. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി നമ്മൾ നേരത്തെ കിടക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് രാവിലെ നമുക്ക് എന്താ പറയണ ഉറക്കപ്പിച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെയൊക്കെ കുറേ നേരം മൊബൈലും കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഒത്തിരി ടയേർഡായിരിക്കും. പിന്നെ എന്നെ ഇപ്പോൾ രാത്രി അധികം മൊബൈൽ യൂസ് ചെയ്യാൻ സമ്മതിക്കുകയുമില്ല. ഉള്ള കാര്യം അതാണ്. അപ്പോൾ 10 മണിക്ക് കിടന്നോണമെന്നാണ് എൻ്റെ ഓർഡർ. അപ്പോൾ അതുകൊണ്ട് ചേട്ടനൊക്കെ കറക്റ്റ് 10 ആകുമ്പോൾ കിടക്കും. അപ്പോൾ പിന്നെ എന്നോടും പറയും ഇനി എനിക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ 10 മണിക്ക് എന്നെക്കൊണ്ട് മൊബൈൽ ഓഫ് ചെയ്യിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമുള്ള കാരണം 10 മണിക്ക് കിടക്കും. വെളുപ്പിന് 5 മണിക്ക് നമുക്ക് നല്ല സുഖമായിട്ട് അപ്പോൾ നമ്മുടെ ഉറക്കമൊക്കെ തീർന്ന് നമുക്ക് എണീക്കാം. അപ്പോൾ നമ്മുടെ പണികളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകും. അപ്പോൾ ഇപ്പോൾ എത്ര രാവിലെ ഒന്ന് നമുക്ക് കുറച്ച് നേരം കൂടി കിടക്കാമെന്ന് പറഞ്ഞാലും നമുക്ക് പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കമൊക്കെ തീർന്ന് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എണീച്ചു പോകും. അപ്പോൾ അതേ നമ്മുടെ പാചകടിയുടെ ഇടയിൽ നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴച്ച് വെച്ച് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങറിയാണ് വെക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങറിയൊക്കെ നമ്മൾ സാധാരണ വെക്കണ പോലെ തന്നെയാണ്. ഞാൻ ചിലപ്പോൾ വെള്ളക്കറിയായിട്ട് വെക്കും, ചിലപ്പോൾ വേറെ കുറച്ചൊന്ന് ഡിഫറെൻ്റായിട്ട്. എപ്പോഴും വെള്ളക്കറി വെക്കുമ്പോൾ നമുക്കൊരു മടുപ്പല്ലേ, അപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും സവാള വെളുത്തുള്ളിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലോട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇടത്തില്ല, പിന്നെ കുറച്ച് പെരുംജീരകം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ
ഉരുളക്കിഴങ്ങും ഇടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. എന്നിട്ട് നമ്മൾ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളമൊഴിച്ച് വേണം വേവിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുക. മല്ലിച്ചീര ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചീര ഇടുക. നല്ല അടിപൊളി കറി കിട്ടും. അപ്പോൾ കുക്കറിൽ ഒരു 3 വിസിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണേ. ഇപ്പോൾ ഞാൻ മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇടുക. ക്യാരറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ അടുത്ത് പക്ഷേ ക്യാരറ്റ് ഉണ്ടായില്ല, പൊട്ടറ്റോ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം ഞാൻ പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് അപ്പോൾ ഇനി ഈ ജോലി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പഠിക്കാനൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് വലിയ കറികളൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇന്നലത്തെ ചിക്കനും അത് ഇതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ മോര് കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു മെഴുക്ക് വരട്ടി വെക്കണം, അത്രയേ ഉള്ളൂ ജോലി. അപ്പം ഞാൻ ഇന്ന് മെഴുക്ക് വരട്ടിക്കുള്ള എല്ലാം ബീൻസാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ജോലി ചപ്പാത്തിയുടെ ഇതൊക്കെ ചപ്പാത്തി കല്ലൊക്കെ കഴുകിയൊക്കെ വെക്കുക. അപ്പോൾ ഒരാൾ വല്ല മീൻ എന്തെങ്കിലും കിട്ടുമോയെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വിളക്ക് കത്തിക്കണം. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് നമുക്ക് ഇനി വല്ല എന്താ പറയുക വെള്ളം നിന്ന് വല്ല കുഴപ്പം വരണം. അതുകൊണ്ട് ഞാൻ ശരിക്കും ഒന്ന് തുടക്കണേണ്. എൻ്റെ പണി പെട്ടെന്ന് നമ്മൾ കുളിച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ ശരിക്കും തുടക്കില്ല. നമ്മൾ വിളക്ക് കത്തിക്കേണ്ട ധൃതിയിൽ ഇങ്ങ് പോരും. അവസാനം തലേ വെള്ളം നിന്ന് പിന്നെ പിറ്റേ ദിവസം വയ്യാണ്ടാവും. അപ്പോൾ ഇപ്പം മണി 6 കഴിഞ്ഞിട്ടേ ഉള്ളേ, 6:15 അപ്പോൾ ഇനി നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു, ഒരു കാപ്പിയൊക്കെ കുടി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോവും. അങ്ങനെയാണ് ഞാൻ സാധാരണ ഡെയിലി ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ വാതിലങ്ങ് തുറന്നിടുമ്പോൾ കാറ്റുകൊണ്ട് തിരിയിടും. അതാണ് ഞാൻ കുറച്ച് വാതിൽ ഇങ്ങനെ അടച്ചു വെച്ചത്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ആ ചെയർ ബാഗൊക്കെ എടുത്ത് മാറ്റിയിട്ടേക്കണേണ്. ഇനിയിപ്പോൾ ചെയർ ബാഗൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതൊക്കെ എടുത്ത് ഞാൻ മിഷനിലിട്ടേക്കണേണ് അലക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു.
അപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. മുറ്റത്തൊക്കെ നിറച്ച് പ്ലാവിൻ്റെ ഇല കിടക്കുന്നുണ്ട്. പിന്നെ ഇനിയൊരു കാപ്പി കുടിക്കാൻ പോവുകയാണേ. കാപ്പിയല്ല കുടിക്കുന്നത്, എന്തെങ്കിലും പാലിൽ എന്തെങ്കിലും ഇട്ട്. എനിക്ക് പാല് വെറുതെ കുടിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ബ്രൂവോ അതില്ലെങ്കിൽ എന്തെങ്കിലും ബോൺവിറ്റയോ അങ്ങനെ എന്തെങ്കിലും ഒരു പൊടി ഇട്ട് കുടിക്കും. പാടയൊക്കെ നീക്കി കുടിച്ചാൽ മതി നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ ഇനി കൂടുതൽ പ്രായമാകുമ്പോൾ നമ്മുടെ എല്ലിനൊക്കെ എന്താ പറയുക, നമ്മുടെ കാൽസ്യം കുറഞ്ഞ് പല പല അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പാല് നമ്മൾ പാടയൊക്കെ കളഞ്ഞ് നമുക്ക് കുടിക്കാം. രാവിലെ എൻ്റെ ഒരു എനർജി ഡ്രിങ്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാവാം രാവിലെ അങ്ങനെ ഒരു ശീലമായിപ്പോയി. എന്നാലേ ഉള്ളൂ നമുക്കൊരു രാവിലെ തന്നെ എന്താ പറയുക, ഒരു സ്പീഡപ്പ് കിട്ടണമെങ്കിൽ അങ്ങനെ കുടിക്കണം. അപ്പോൾ ഇപ്പോൾ ചേട്ടനും നടക്കാൻ പോയിട്ട് ഇപ്പം വരും. അപ്പം ഞാൻ ചേട്ടനും കൂടിയുള്ള ഇതെടുത്ത് വെക്കുവാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, രാവിലെ കുളിക്കണ ആ ഒരു ഇത് നമുക്ക് പിന്നെ കുളിച്ചാൽ എനിക്ക് ആ ഒരു സുഖം കിട്ടത്തില്ല. രാവിലെ എണീച്ച് തന്നെ കുളിക്കണമെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു എനർജിയാണ്. കാര്യം കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പം ഞാൻ ദേ അമ്പലത്തിലെല്ലാം പോയി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ കറിയിൽ ഒന്ന് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് റെഡിയാക്കി വെച്ചാലേ നമുക്ക് ചപ്പാത്തിയുടെ പണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കറിയൊക്കെ റെഡിയായി. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊക്കെ ഒഴിച്ച് നമ്മുടെ മേശപ്പുറത്തോട്ട് കൊണ്ട് വെക്കാൻ പോവാണ്. അപ്പം ഇനി നമുക്ക് ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി. അത് ഈ പറയണ പോലെ പരത്തലും ചുടലും ഒക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോറ് രാവിലെ തന്നെ നമ്മൾ തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുവേ. അപ്പോൾ ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ചപ്പാത്തിയൊക്കെ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ സമയം പോകും. പക്ഷേ എല്ലാ ദിവസവും നമുക്ക് അരച്ച് കലക്കി തന്നെ ഓരോ ദിവസവും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊരു ദിവസം ചപ്പാത്തി. ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ദിവസം ചപ്പാത്തി പ്രസ് മേടിച്ചിട്ട് വെറുതെ ആയിപ്പോയി.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് പരന്ന് വരില്ല. ചുമ്മാ പൂരിക്കൊക്കെ പറ്റുള്ളൂ, അല്ലാണ്ട് ചപ്പാത്തിയുടെ ആ ഒരു ഇത് കിട്ടൂല. വെറുതെ മേടിച്ചിട്ട് പിന്നെ ഞാൻ ഒരിടത്ത് തന്നെ കൊണ്ടുപോയി കൊടുത്തത്. ഞാൻ പറയുന്നത് ഇങ്ങനെ ശരിയാവുന്നില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞത് ഇത് ഈ പ്രസ് ഇത്രേ വരത്തുള്ളൂ, പിന്നെയും നമുക്ക് പത്തിരി ഉണ്ടാക്കുമ്പോൾ പിന്നെയും പറ്റും, ചപ്പാത്തിക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പം ഞാൻ ചപ്പാത്തി ഇട്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീന വെറൈറ്റി വ്ളോഗ്സിൽ ജീന എപ്പോഴും 4 ചപ്പാത്തിയൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കും. അങ്ങനെ എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ 2-3 ചപ്പാത്തിയൊക്കെ ഇടും. അപ്പം ഞാൻ അങ്ങനെയാണ് ചപ്പാത്തി ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ കൂടിയത് 2 ചപ്പാത്തി അല്ലെങ്കിൽ 3 ചപ്പാത്തി, അതിൽ കൂടുതലിട്ട് ഞാൻ ഉണ്ടാക്കില്ല. എനിക്കത് പ്രാക്ടീസ് ഇല്ലത്. അപ്പം നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി ചുടണ നേരത്ത് ഞാൻ പറഞ്ഞില്ല, എണ്ണ തേക്കത്തില്ല. നമ്മൾ പൊടി കുഴച്ചപ്പോൾ ചേർത്തുകൊണ്ട് പിന്നെ ചേർക്കില്ല, വെറുതെ ജസ്റ്റ് ചുട്ടെടുക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മുടെ ബ്യൂട്ടി ടിപ്പെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് നമുക്ക് ആദ്യമായിട്ടൊരു ബീറ്റ്റൂട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത് മുഴുവൻ ബീറ്റ്റൂട്ട് വേണമെന്നില്ല, പകുതി ബീറ്റ്റൂട്ട് എടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള കുറച്ച് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പകുതി ബീറ്റ്റൂട്ടേ എടുത്തിട്ടുള്ളേ. ഇതെല്ലാം ഫ്രഷ് ബീറ്റ്റൂട്ടാണ്. പിന്നെ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കും. പിന്നെ നമുക്കിത് പകുതി മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചേർത്ത് അപ്പോൾ ആ ഗുണം പോകും അതിൻ്റെ. അപ്പോൾ അതിൻ്റെ കാര്യമില്ല. ഇങ്ങനെ നല്ലതായിട്ടൊന്ന് മൊത്തം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ എല്ലാ സത്തും കിട്ടും. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല ഐഡിയ. മിക്സിയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് പകുതിയൊക്കെ എടുത്ത് അടിക്കുമ്പോൾ അത് അടിയത്തുമില്ല, അങ്ങനെ കട്ട പോലെ കിടക്കും. ഇതിൽ നമ്മൾ ആ ഏറ്റവും ചെറുതിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അസലായിട്ട് കിട്ടും. അപ്പോൾ ഈ പാക്കെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാക്കാട്ടോ. ഇതിട്ട് കഴിഞ്ഞപ്പോഴല്ലേ അതിൻ്റെ ഇത് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ബോളിവുഡിലെ ഫിലിം സ്റ്റാറൊക്കെ, അതായത് നമ്മുടെ ആലിയ ഭട്ടൊക്കെ ഇതാണ് ഫോളോ ചെയ്യണതെന്നാണ് പറയണത്, ഏത് ബീറ്റ്റൂട്ട് പാക്ക്. അപ്പോൾ ഇത് അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത്ര നല്ലൊരു ഇതുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നിട്ട് ഇത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊരു ബൗളിലോട്ട് കൈ കൊണ്ട് തന്നെ, ഒരു അരിപ്പയും വേണ്ട, ഒന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞങ്ങ് എടുക്കുക. പിന്നെ ഇത് കുറച്ച് ചുണ്ടത്തുമൊക്കെ പുരട്ടി കൊടുക്കണം, ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഡെഡ് സെൽസൊക്കെ പോവും ചുണ്ടത്ത്. ഇതുകൊണ്ട് കുറച്ചെടുത്തിട്ട് ചുണ്ടത്തിട്ടൊന്ന് ഉരച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജ്യൂസിൻ്റെ കാര്യമില്ല, നമുക്ക് അടുത്ത ദിവസം വേണമെങ്കിൽ എടുക്കാം.
കണ്ടത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു 2 സ്പൂൺ എടുക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിനോട്ടുള്ളത് 2 സ്പൂൺ എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓട്സിൻ്റെ പൊടി. അപ്പോൾ ഞാനിത് ഓട്സ് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്സിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇച്ചിരി വെള്ളം പോലെ ഇരുന്നാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ ഓട്സ് അങ്ങ് കുതിർന്ന് അത് കറക്റ്റാവും നമുക്ക്. അപ്പോൾ ഓട്സൊക്കെ മുഖത്തിന് ഏറ്റവും നല്ലതാണ്. ബീറ്റ്റൂട്ടും എല്ലാം. അപ്പോൾ എല്ലാം നമുക്ക് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസൊക്കെയാണ് ഇതിൽ എടുത്തേക്കണത്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത്, അപ്പോൾ നമ്മൾ ഈ ബീറ്റ്റൂട്ടും ഇട്ട് ഓട്സ് ഇട്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ലൂസായ പോലെ തോന്നിയായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞാൻ പാക്ക് എടുത്ത സമയത്തെല്ലാം നല്ല കറക്റ്റായിരുന്നേ. ഇനി നമുക്ക് വേണ്ടത് റോ മിൽക്ക്, പച്ചപ്പാലാണ് വേണ്ടത്. അത് പ്രത്യേകം നമ്മൾ ആ പച്ചപ്പാൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് അതും അതിലൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ പൊട്ടിയിട്ടുണ്ടായില്ലേ നേരത്തെ ഞാൻ എടുത്തപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടി ഒന്ന് പൊട്ടിച്ചു. അതിൻ്റെ ആ ഒരു ക്യാപ്സൂൾ ഫുൾ എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മുഖത്തോട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, കണ്ടിട്ട് തന്നെ നല്ല രസമായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തോന്നും കുറച്ച് ലൂസായിട്ട് തോന്നുമേ. അത് ഓട്സ് ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് അത് റെഡിയായി വരും. ഇപ്പോൾ കണ്ട, നമ്മൾ നേരത്തെ നല്ല ലിക്വിഡ് ഫോമിലായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടി ഇതായി. അപ്പോൾ ഈ നമ്മുടെ ബീറ്റ്റൂട്ട് ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ്. പിന്നെ നമ്മുടെ ഓട്സ്, പിന്നെ വിറ്റാമിൻ ഈ ഇതില്ലേ ക്യാപ്സൂൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്ത് സാധനമാണ് നമ്മൾ ഇട്ടേക്കുന്നത്, പാലൊഴിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടിയുള്ള പാക്ക് നല്ല അടിപൊളി പാക്കാണ്. നമ്മുടെ ഹിന്ദി ഫിലിം സ്റ്റാർ ആലിയ ഭട്ടൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും ആലിയ ഭട്ട ആയില്ലെങ്കിലും കുറഞ്ഞൊരു വട്ടെങ്കിലും ആവണ്ടേ. അപ്പോൾ നമുക്ക് ഇത് തേച്ചിട്ട് ഒരു 20 മിനിറ്റ് എന്തായാലും നിന്നേ മതിയാവും. പിന്നെ ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റ തവണ യൂസ് ചെയ്താൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം ഉണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് കറുപ്പൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും നാളിട്ട ഫേസ് പാക്കിലെല്ലാം അടിപൊളി ഫേസ് പാക്കാണത്. ഇപ്പം നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പൗഡറൊക്കെ ലേഡീസ് സ്റ്റോറിലൊക്കെ. പക്ഷേ ബുദ്ധിമുട്ടുള്ളവർ മാത്രം അത് മേടിച്ചാൽ മതി. അല്ലാത്തവരൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇച്ചിരി ബീറ്റ്റൂട്ട് അത് മിക്സിയിൽ അടിക്കണ്ടേ, നമ്മൾ ചുമ്മാ ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുക്കേണ്ട കാര്യമുള്ളൂ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. മിക്സിയിലായാൽ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കുകയോ ഒക്കെ വേണ്ടി വരും. ഇത് ഞാനൊരു പകുതി ബീറ്റ്റൂട്ടേ എടുത്തിട്ടുള്ളൂ. അത് തന്നെ എനിക്കൊരു 2-3 ദിവസത്തിനുണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് കണ്ടറിയാം കേട്ടല്ലോ.
അപ്പം ഞാൻ ഒരു ദിവസം ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം നിങ്ങൾ ഇത് കണ്ടറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ചുരിദാറൊക്കെ അതിലോട്ടാവും. അതുകൊണ്ട് ഞാൻ കഴുത്തിലോട്ടൊന്നും ഞാൻ അത് ആക്കുന്നില്ല. പിന്നെ ഞാൻ ഇത് കണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് ഈ പാക്ക് ഇട്ടാൽ നമുക്ക് വേറെ കെമിക്കലൊന്നും അല്ലല്ലോ, ഇതിട്ടാലും കുഴപ്പമില്ല. പിന്നെ ഞാനിത് ചുണ്ടത്തോട്ടൊക്കെ ഇട്ട് കൊടുക്കണ്ട്. ബീറ്റ്റൂട്ട് ചുണ്ടിന് നല്ലതാണ്. അപ്പോൾ അത് ചുണ്ടത്തോട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിഞ്ഞൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് ആദ്യം തന്നെ ഒന്നൊരു മസാജ് കൊടുക്കണം. മേളിലോട്ട് വേണം കൊടുക്കാൻ. ഇനി ഞാനൊരു സോഫ്റ്റായിട്ടുള്ള ഒരു തുണി ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് തുടക്കാം. അപ്പം നിങ്ങളിത് ലൈവായിട്ട് കാണുന്നതാണ്. കളർ വെച്ചോ ഇല്ലേന്ന് നിങ്ങളാണോ പറയാനായിട്ട്. നമ്മുടെ ബീറ്റ്റൂട്ട് പാക്ക് നല്ല ചേഞ്ചില്ലേ? അപ്പം എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്തു നോക്കാം. അപ്പം ഞാനൊന്നേ മുഖം ഒന്ന് കഴുകിയിട്ട് വരട്ടെ കേട്ടോ. അപ്പോഴേ ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാ. നമ്മൾ എല്ലാ പാക്കിടുന്നതിലും എനിക്ക് ഇഷ്ടപ്പെട്ട്. ചുണ്ടത്തും എല്ലാം വെച്ച് തേക്കാമല്ലോ. എന്താണെന്ന് വെച്ചാൽ ബീറ്റ്റൂട്ട് ചുണ്ടത്ത് ഇടുന്നത് ഭയങ്കര നല്ലതാണ് നമുക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ബീറ്റ്റൂട്ട് പാക്ക് നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇപ്പോൾ എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്തെടുക്കാം. ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സി ഒന്നും വേണ്ടല്ലോ, നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഓട്സിൻ്റെ പൊടി എടുക്കാം. ഓട്സിൻ്റെ പൊടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പിൻ്റെ മാവെടുക്കാം. എന്നിട്ട് ഇപ്പം നമ്മുടെ എന്ത് സാധനമാണ്, കുറച്ച് പാലെന്തായാലും പച്ച പാലെടുക്കണം കേട്ടോ. കാച്ചിയ പാല് പറ്റത്തില്ല, പച്ച പാല് തന്നെ എടുക്കാം, എന്നാലേ അതിനുള്ള ഗുണം കിട്ടത്തുള്ളൂ. അപ്പം ഇപ്പം എനിക്ക് തന്നെ കണ്ടില്ലേ നല്ല ഇതുണ്ട്, എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത് എനിക്കിഷ്ടപ്പെട്ട്. എല്ലാ പാക്കിനേലും ഞാനിപ്പോൾ ഇട്ട ഓരോരോ പാക്ക് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ തക്കാളിയുടെയൊക്കെ ഇട്ടത്, പക്ഷെ അതിലേലൊക്കെ നല്ല എഫക്റ്റ് ഉണ്ട്. അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. പിന്നെ എന്താ, അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവരും ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു.